ഞാൻ ഈ വീക്ക് എടുത്ത ട്രേഡ്സിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണിത്. ഞാൻ 4 ട്രേഡ് എടുത്തു. ഇന്നലെ 2 ട്രേഡ് 27-ാം തീയതി ഏപ്രിൽ, ഇന്ന് 28 ഏപ്രിൽ ചൊവ്വാഴ്ച 2 ട്രേഡ് എടുത്തു. 4ഉം TP അടിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ വീക്കിന് ട്രേഡ് എടുക്കുന്നില്ല. ഓക്കെ, ഞാൻ എങ്ങനെ ട്രേഡ് എടുത്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഓൾറെഡി വീക്ക്ലി അനാലിസിസ് ഇട്ടുണ്ടായിരുന്നു, ലെവലൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വീക്ക്ലി അനാലിസിസിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഓർഡർ ബ്ലോക്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എൻട്രി കിട്ടി. ഇത് പെർഫെക്റ്റ് എൻട്രി എന്ന് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് യൂറോ USDയിൽ എൻ്റെ പെർഫെക്റ്റ് സെറ്റപ്പ് അല്ല അവിടെ കിട്ടിയത്. പക്ഷേ ഞാൻ GBP USDയും ഡോളറും വെച്ച് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാലും കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു ട്രേഡ്. ഇത് 1:4 ട്രേഡാണ്. ഓക്കെ, അതെങ്ങനെ എടുത്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ഏരിയയിലെത്തിയ സമയത്ത് ഫസ്റ്റ് ഒരു ഫേക്ക് ഔട്ടാണ് തന്നത്. അതിന് ശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ബ്രേക്ക് കിട്ടി. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് കിട്ടി. അതിന് താഴെ ഈ ഒരു ലോയും സ്വീപ്പാണ് ചെയ്തത്. എൻ്റെ സ്ട്രാറ്റജി വെച്ചിട്ട് എനിക്ക് എൻട്രി എടുക്കണമെങ്കിൽ ഇവിടെ താഴത്തൊരു ബ്രേക്ക് ആയിരുന്നു വേണ്ടത്. വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽ ക്ലോസ് ആണ് കാണേണ്ടത്, വിക്ക് പോയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എൻട്രി മിസ്സാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഡോളർ എടുത്ത് നോക്കി. ഡോളർ എടുത്ത സമയത്ത് താഴത്ത് ഇവിടെ ഒരു സ്വീപ്പ് കിട്ടി, ഇവിടെ ബ്രേക്കും കിട്ടി, ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ബ്രേക്കും കിട്ടിയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് GBP എടുത്ത് നോക്കി. എടുത്ത് നോക്കിയപ്പം GBPയിൽ നല്ല ബ്രേക്ക് കിട്ടി. അപ്പോൾ ഓക്കെ, ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് യൂറോയിൽ കയറി 5 മിനിറ്റിലാണ് ട്രേഡ് എടുത്തത്. 5 മിനിറ്റിലെ ചാർട്ട് എടുത്തു. ഇത് പ്രീവിയസ് ഹൈ, ഇത് ലോ, പുതിയ ലോ ആണ് വെച്ചിട്ട് എൻ്റെ പ്രീമിയം ഡിസ്കൗണ്ട് കൂടെ എടുത്തിട്ട് മാർക്ക് ചെയ്തു. 70% അല്ല, എൻ്റെ ഒപ്റ്റിമൽ ട്രേഡിങ്സും ഉണ്ട്. 0.618 അവിടെ ട്രിഗറിങ് പോയിന്റ് വെച്ചു. SL ആ ഹൈൻ്റെ മേലെ SL വെച്ചു. TP ഞാൻ ഒരു ഏറ്റവും താഴത്തുള്ള ലോ. ശരിക്കും നമുക്ക് ഈ ട്രേഡിൻ്റെ ലോ ഒന്ന് എടുക്കാൻ പറ്റുന്നത്, ഞാൻ ആ മാർക്ക് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഈ ഒരു ലോ ആണ് ടാർഗറ്റ് ചെയ്ത് ഫസ്റ്റ് ട്രേഡിന്. എനിക്ക് 1:4 കിട്ടി, അതുകൊണ്ട് ഓവർ ആക്കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ തൊട്ട് മേലെയാണ് ഞാൻ TP വെച്ചിട്ടുണ്ടായതിന്, അത് കിട്ടി. ഇനി അടുത്ത എൻട്രി ഇപ്പം ഒരു മണിക്കൂറായിട്ടില്ല, ഒരു 20 മിനിറ്റ് മാക്സിമം ആയി TP അടിച്ചിട്ട്. ആ ട്രേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുറച്ച് അഗ്രസീവ് ട്രേഡാണ്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഏഷ്യൻ റേഞ്ച് ആട്ടോ. ഏഷ്യൻ റേഞ്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് മൂവ്മെൻറ്റ് വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു 50% ഏരിയയിലേക്ക് വന്നിട്ട് ആ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പം പക്ഷേ എനിക്ക് വേണ്ടിയിരുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കില്ലേ, മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിയിട്ട് ഞാൻ ട്രേഡ് എടുക്കാമെന്നായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് ഈ ഒരു ഏരിയ വരെ വന്നിട്ടുള്ളൂ. 5 മിനിറ്റ് എടുത്ത് നോക്കിയ സമയത്ത് ഈ ഒരു ഹൈയും എടുത്തിട്ടില്ല, ഈ ഏരിയയിലേക്ക് വന്നിട്ടുമില്ല. പക്ഷേ മാർക്കറ്റ് അവിടുന്ന് താഴോട്ട് പോയി. പിന്നെ ഒന്ന് റിട്രേസ് ചെയ്തിട്ട് പിന്നെ ആ ലോയും ബ്രേക്ക് ചെയ്തു. അപ്പം പിന്നെ ഞാൻ അഗ്രസീവായിട്ടൊരു എൻട്രി എടുക്കാമെന്ന് വെച്ചു. ആ ലോ ബ്രേക്ക് ചെയ്ത ക്യാൻഡിലില്ലേ, ആ ക്യാൻഡിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം, മീൻസ് കംപ്ലീറ്റ്ലി ബ്രേക്കായി ഈ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഞാൻ എൻട്രി പ്ലേസ് ചെയ്തു. ഈ ഒരു ഹൈയിൽ SL വെച്ചു, TP ലോയിൽ വെച്ചു. ലോ എന്ന് ഉദ്ദേശിച്ചത് 15 മിനിറ്റ് കാണിച്ചു തരാം. ഈ മൺഡേ ഓപ്പണിൻ്റെ തൊട്ട് കുറച്ച് മേലെയാണ് ഞാൻ ഇത് TP വെച്ചത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം കാണുന്ന ആർക്കെങ്കിലും ഇനി റീ എൻട്രി നോക്കണമെങ്കിൽ എവിടെ നോക്കാമെന്ന് പറഞ്ഞുതരാം. റീ എൻട്രി നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീ എൻട്രി നോക്കാം. ഇനി ഞാൻ അടുത്ത ട്രേഡ്സ് എടുത്തത് ഗോൾഡിലാണ്. ഗോൾഡിൽ ഞാൻ 2 ട്രേഡ് എടുത്തു. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഗോൾഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പ് ട്രേഡ് നോക്കാമെന്നാണ് പറഞ്ഞത്. ബൈ എൻട്രി നോക്കി ഈ ഒരു ഹൈ വരെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് നമുക്ക്
ആ ഒരു ഹൈ എടുത്തിട്ടില്ല. പക്ഷേ അപ്പിലേക്ക് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. അന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് ഓൾറെഡി ഞാൻ ബയസ് വെച്ചിരുന്നത് അപ്വേർഡായിരുന്നു. അപ്പം അതിൻ്റെ ബേസിൽ ഞാൻ കൗണ്ടർ ട്രെൻഡാണ് എൻട്രി എടുത്തത്. അപ്പോൾ 1:2 ആണ് ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ എൻട്രി എങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിലാണ്. 5 മിനിറ്റ് ചാർട്ട് എടുത്തു. 5 മിനിറ്റ് ചാർട്ട് എടുത്തപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഏഷ്യൻ റേഞ്ച് ട്രെൻഡാണ്. ഒരു അപ്വേർഡ് ട്രെൻഡോ അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡോ ആണെങ്കിൽ അതിൻ്റെ ഒരു 50% ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ട് തിരിച്ച് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത സമയത്ത് ഈ ഒരു ഏരിയയിലേക്ക്, ഈ ഒരു OBയിലേക്ക് വരണമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ വരെ എനിക്കൊരു ഷോർട്ട് എൻട്രി നോക്കാമെന്നുള്ളൊരു മൈൻഡിലായി. ആ സമയത്താണ് ഇങ്ങനെയൊരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ, ഇതിൻ്റെ യൂഷ്വൽ സെറ്റപ്പ് അല്ല, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ഹൈ ബ്രേക്ക് കിട്ടി, പിന്നെ ഈ ഒരു ലോ ബ്രേക്കും കിട്ടി. പിന്നെ റെസിസ്റ്റൻസ് വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ എൻട്രി കിട്ടിയിട്ടുണ്ടാവും. ഞാൻ റെസിസ്റ്റൻസ് ട്രേഡ് ചെയ്യുന്ന ആളല്ല, പക്ഷേ ഏറെക്കുറെ ചില സമയത്ത് ഗോൾഡിൽ മാത്രം ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കലുണ്ട് ഇവിടെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ആ റെസിസ്റ്റൻസ് വെച്ചല്ല ട്രേഡ് എടുത്തെന്ന് വരച്ചെന്നേ ഉള്ളൂ. ഞാൻ ട്രേഡ് എടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി, ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി. അപ്പോൾ എൻ്റെ യൂഷ്വൽ സെറ്റപ്പ് ഒരു ലോന്ന് പ്രീവിയസ് ഹൈയിലേക്ക് മാർക്ക് ചെയ്തു. എൻ്റെ 0.618 ലെവലിൽ ഞാൻ ട്രിഗറിങ് പോയിന്റ് വെച്ചു. ആ ഹൈൻ്റെ മേലെ SL വെച്ചു 1:2. ഈ ഒരു OBൻ്റെ മേലെ വേണ്ടിയിരുന്നു. ഈ ഒരു OBയിലേക്ക് ഞാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ TP വെച്ച് കഴിഞ്ഞാൽ ആ TP തട്ടും എനിക്ക് വലിയ ഉറപ്പില്ല. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു ഏരിയ എത്തി തന്നെ മേലോട്ട് പോകാൻ മതി. അപ്പോൾ ഞാൻ ആ ഒരു OBൻ്റെ തൊട്ട് മേലെയാണ് TP വെച്ച് 1:2. പക്ഷേ ആ TP അടിച്ചു. മാർക്കറ്റ് അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ച് മാർക്കറ്റ് അപ്പായിരുന്നു. ഇപ്പോൾ ഡൗൺവേർഡ് മാർക്കറ്റാണ്. ഇനി ട്രെൻഡ് ഡൗൺവേർഡ് ട്രെൻഡ് നോക്കി ഷോർട്ട് എൻട്രീസ് ഉണ്ടെങ്കിൽ നോക്കാം. നമുക്ക് ബ്രേക്ക് കിട്ടി. ഓക്കെ, ഇനി ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി പറഞ്ഞതിന് ശേഷം ഇനി എങ്ങനെ ട്രേഡ് എടുക്കേണ്ടതെന്ന് കൂടി പറയാം. ഓക്കെ, ഇതും അത്യാവശ്യം സാധാരണ എൻ്റെ എൻട്രി പോലെ ഈ ഒരു ഏരിയ ഞാൻ ഹൈ ആക്കി വെച്ചു. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു. ഇവിടെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ 2 ഏരിയയും വെച്ചിട്ട് എൻ്റെ ഇത് വരച്ചു. പ്രീമിയം ഡിസ്കൗണ്ട് കൊടുത്തു, വരച്ചു. ഓക്കെ, പ്രീമിയം ഡിസ്കൗണ്ട് കൂടെ എടുത്ത് വരച്ച സമയത്ത് എനിക്ക് ഇവിടെ ഒരു ഏരിയ കിട്ടി, ഇവിടെ ഒരു ഏരിയ കിട്ടി. പക്ഷേ ഞാൻ മാർക്കറ്റ് നോക്കിയ സമയത്ത് ഈ ഒരു ഏരിയ എടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്തതാണ് 1:2.700 എടുത്തത്. ഞാൻ ഈ ഒരു ലോൻ്റെ തൊട്ട് മേലെ വരെയാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ഏഷ്യൻ സെഷൻ തുടങ്ങുന്ന ടൈം ആട്ടോ, രാവിലെ ആട്ടോ. എനിക്ക് രാവിലെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ എണീച്ച് വെറുതെ ചാർട്ട് നോക്കിയ സമയത്ത് എന്തായാലും ഈ വീക്കിൽ ഞാൻ ട്രേഡ് എടുക്കില്ല. അത്യാവശ്യമല്ല, നല്ലൊരു പ്രോഫിറ്റ്. ഞാൻ മന്ത്ലി ടാർഗറ്റ് ചെയ്യുക 4%, പക്ഷേ അതിൽ കൂടുതൽ എനിക്ക് ഇപ്രാവശ്യം കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ നെക്സ്റ്റ് വീക്ക് ട്രേഡ് എടുത്തിട്ടില്ലെങ്കിലും ഈ വീക്ക് എന്തായാലും ഞാൻ ട്രേഡ് എടുക്കില്ല, അത് അഹങ്കാരമായി പോവും. അപ്പം ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ച് നെക്സ്റ്റ് വീക്ക് ട്രേഡ് എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും വരാറില്ല. ഞാൻ ഓൾറെഡി ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡ് ഈ ട്രേഡിലൊന്നും എൻട്രി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയോ? നിങ്ങൾക്ക് ഇനി എൻട്രി ഉള്ളത് 2 ഏരിയാസ് നോക്കണം എൻട്രിക്ക്. ഒന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക്, 2 ഓക്കെ, ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കണം. പിന്നെ നോക്കേണ്ടത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ ആണ് നിങ്ങൾ അടുത്ത് നോക്കണ്ടേ. അപ്പം ഈ 2 ഏരിയ ആണ് ഇനി മാർക്കറ്റ് അപ്പിലേക്ക് വരികയാണെങ്കിൽ ഷോർട്ട് എൻട്രി നോക്കേണ്ടത്. ആ എൻട്രി നോക്കേണ്ടത് ഈ ഒരു ലോ വരെയാണ്. അതിന് താഴത്തേക്ക് നോക്കണ്ട. ചിലപ്പം പോവും, ചിലപ്പം പോവില്ല, വലിയ ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ,